കേരളം ഉറ്റുനോക്കിയ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് ഇന്നലെ പരിഹരിക്കപ്പെട്ടത്. അതിന് ഇടയാക്കിയത് 24ന്റെ ഇടപെടലുമാണ്. എൻകൗണ്ടർ പ്രൈമിൽ ഹാഷ്മി താജ് ഇബ്രാഹിമാണ് ലോറി ഉടമ മനാഫിനോട് അർജുന്റെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചുകൂടെ, അവിടെ പോയിക്കൂടെ എന്നുള്ള ചോദ്യം ചോദിച്ചത്. ആ ചോദ്യത്തിന് ഉത്തരമായിക്കൊണ്ട് ഇന്നലെ സന്ധ്യയോടുകൂടെ മനാഫ് അർജുന്റെ കർണാടകയിലെ വീട്ടിലെത്തി ബന്ധുക്കളുമായി സംസാരിക്കുകയും ആ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കാണുകയും ചെയ്തു. ഇപ്പോൾ മനാഫ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആ ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ഇന്നലെ ഉണ്ടായി. എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നലെ ഉണ്ടായത്? തീർച്ചയായിട്ടും വളരെ സമാധാനവും സന്തോഷവും തോന്നിയൊരു നിമിഷേനു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഉറ്റ സുഹൃത്തുക്കൾ, ഉറ്റ തന്നെ അടുത്ത ഫാമിലികൾ തമ്മിൽ ഇങ്ങനെ ഒരു ഉണ്ടായതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടവും ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ അതങ്ങോട്ട് ഏത് വിഷയമായാലും അവിടെ കയറി ചെന്ന ഒരു കൊത്തിപ്പിടുത്തത്തിൽ തീരാവുന്നതേ ഉള്ളൂ. നമുക്ക് എന്താണ് ഇതൊക്കെ ചിലതൊക്കെ തെറ്റിദ്ധാരണകളും മറ്റുള്ള വിഷയങ്ങളാണ്. നമ്മൾ രണ്ട് കൂട്ടരും സാധാരണ ഒരു കൂട്ടരാണ്, സാധാരണ ഫാമിലിയാണ്. അപ്പോൾ ഞാനാണല്ലോ ഓരെക്കാട്ടി മൂത്തത്, ഞാനാണല്ലോ പോകേണ്ടത്. നമ്മൾ പോയി അവിടെ പോയി പിന്നെ അതങ്ങോട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഹഗ്ഗിൽ തീരാവുന്ന പ്രശ്നത്തിന് അത് ഹഗ് ചെയ്ത് അങ്ങോട്ട് തീർത്ത് നമ്മൾ അതോടുകൂടി തീർന്നു. അച്ഛൻ, അമ്മ, അതുപോലെ അഞ്ജു, അബി, അതുപോലെ ജിതിൻ, എല്ലാവരായിട്ടും ഒന്നും ഒരു പ്രശ്നമേ ഇല്ല. എന്തൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, ബാഹ്യ ഇടപെടൽ അത് പുറമെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് തീരൂല. അപ്പം എന്താ പറയാ, ഞമ്മക്കേ തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളതിന് അത്. പിന്നെ അതിലേക്ക് പുറമെ ഒരാൾ ആവശ്യമില്ലേനു. അതുകൊണ്ടാണ് ജസ്റ്റ് അവിടെ പോയി കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എന്താ പറഞ്ഞാൽ ഇത് നമുക്ക് തന്നെ നമ്മളെ ഫാമിലികൾ തമ്മിലുള്ള പ്രശ്നം ഞമ്മക്കുള്ളിൽ തന്നെ അത് തീർത്ത് അത് സന്തോഷം. അതേമാതിരി തന്നെ ജിതിനെ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് വിഷയം. ജിതിന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. മാധ്യമപ്രവർത്തകരായ എല്ലാവരോടും ചോദിച്ചാൽ നല്ല ഹാർഡ് വർക്കറാണ്. സ്വന്തം അളിയൻക്കും വേണ്ടിയിട്ട് അവിടെ എൻ്റെ കൂടെ തോളോട് തോട് ചേർന്ന് നിന്ന് പ്രയത്നിച്ചതാണ്. ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാം ഘട്ടത്തിൽ ഈ ഞാൻ ഉദ്ദേശിച്ച രീതി വേറെയും അവൻ ഉദ്ദേശിച്ച രീതി വേറെയും തമ്മിലുള്ളൊരു ഇതുള്ളതിനും അത് ഇത്ര വലിയ പ്രശ്നമാവും എന്നുള്ളത് വിചാരിച്ചില്ല. പക്ഷെ അവൻ്റെ എഫേർട്ടിനെ ഒരിക്കലും കുറച്ച് കാണാൻ പറ്റില്ല. മറ്റേ ഒരിക്കലും ആ വീട്ടുകാർക്കും വേണ്ടിയിട്ട് ഓനല്ലാതെ വേറെ ആർക്കും നിൽക്കാൻ കഴിയില്ല അത്രതിൽ. അത് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ പല സ്ഥലത്തും പറഞ്ഞു. പക്ഷെ ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലുള്ള വിഷയം. അതിനൊരു കാരണം എൻ്റെ ഫോണാണ്. കാരണം എന്താ പറഞ്ഞാൽ ഞാൻ ഫോൺ എടുക്കാറില്ല. ഇപ്പതാ ഞാൻ കീശ കൈ ഇട്ടാൽ തന്നെ ഫോൺ റിങ് ചെയ്തും കൊണ്ട് നിൽക്കുകയാണ്. ഇതാ കണ്ടോ, ഫോൺ റിങ് ചെയ്തും കൊണ്ട് എനി ടൈം ഫോണാണ്. അപ്പം തന്നെ ഞാൻ ഫോൺ സൈലന്റ് ആക്കിയിട്ടാ ചെയ്യുക. പറഞ്ഞ കാര്യമില്ല, ആളുകൾ നമ്മളോടുള്ള ഇഷ്ടത്തിന് വിളിക്കുന്നതാണ്. എനിക്കത് ശല്യമൊന്നുമല്ല ഒരിക്കലും. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരെ വിഷമവും ഇതും എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പൊ നമ്മളാളെ രണ്ട് വാക്ക് പറഞ്ഞിട്ട് സമാധാനം കിട്ടുകയാണെങ്കിൽ അവർക്കും നല്ല കാര്യമല്ലേ. അതുകൊണ്ട് സൈലന്റ് ആക്കി ഇടുന്നതിനോണ്ട് ചില സമയത്ത് എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻ അവർക്ക് വന്നതാണ്. ആ തെറ്റിദ്ധാരണയൊക്കെ ഇന്നലെ മാറ്റാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും അത് മാറ്റാൻ കഴിഞ്ഞും ചെയ്ത്. എനിക്ക് ജനസമൂഹത്തിലുള്ള മറ്റു വ്യക്തികളോട് പറയാനുള്ളത്, ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പെരുപ്പിച്ചിട്ട് വലിയ പ്രശ്നം ആവശ്യമില്ല. നമുക്ക് എന്താണ് ആരോടാ പ്രശ്നമുള്ളത്, നമ്മൾ കുറച്ചൊന്ന് താന്നു കൊടുത്താൽ ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല. നേരെ പോയി എത്ര വലിയ ശത്രു ആയിക്കോട്ടെ പോയി ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് അതിന് അർഹരവും ആവണം കേട്ടോ. അതുകൊണ്ട് നേരെ പോയി കെട്ടിപ്പിടിച്ച് എന്താക്കിയാണ് ഇങ്ങനെ എന്താണ്ടാ പ്രശ്നം ഒക്കെ എന്താ എൻ്റെ അടുത്ത് എന്താ വന്ന് ഇതിൻ്റെ പൊരുത്തപ്പെട്ടുണ്ടെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇന്നിപ്പോൾ ഇവിടെ സമൂഹത്തിലുള്ളൂ. സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ അതിനെ മറ്റു തലങ്ങളിലേക്കൊക്കെ വർഗീയമായിട്ടൊക്കെ ഉപയോഗിച്ചു എന്നുള്ളതും ഒരു ഘടകമാണ്. അല്ല, അത് വേറെ ഒന്നുണ്ട്. ഇത് ഇങ്ങനെ തീർന്നില്ലെങ്കിൽ ഇതിപ്പം വേറെ ഏതോ ലെവലിൽ എത്തിപ്പോവും. കാരണം തന്നെ അങ്ങനെ എത്താനുള്ള എല്ലാ അലിഗേഷൻസും ഉണ്ടായിരുന്നു. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോകാൻ
പല ആളുകളും ശ്രമിച്ചത് മനസ്സിലായത് കൊണ്ടാണ് വേഗം അത് എന്താണ് നമ്മളിത് ഇവിടെ സമാധാനവും സന്തോഷത്തിലും ജീവിക്കണം എന്ന് ജനങ്ങളോട് പറഞ്ഞു കൊണ്ടിരിക്കണ ഒരു ആളാ ഞാന്. ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ ആഹ്വാനം ചെയ്യാൻ മാത്രമുള്ള കപ്പാസിറ്റി ഒന്നും എനിക്കില്ല. ഞാന് വർഗീയ കലാപം തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും എന്റെ കൂടെ ഒരു കുട്ടി ഉണ്ടാവില്ല, എന്റെ പുറക്കാർ പോലും ഉണ്ടാവില്ല. എന്നിട്ടാണ് അപ്പൊ ഞാൻ ആ ടൈപ്പ് ആളല്ല. ഇന്ന ആ ടാഗ് ലൈനിലൊക്കെ ഒരു വർഗീയ രീതിയിലേക്ക് ആരും കൊണ്ടുപോകണ്ട. ഞാൻ അങ്ങനത്തേലൊന്നും കുടുങ്ങാനും പോകില്ല. ഞാൻ വേറെ ലെവലില്ല ക്യാരക്ടറാ. അപ്പം എനിക്ക് പേടി എന്തായിന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ പോവും. നമുക്ക് പിടിച്ചു വെക്കാനും കഴിയില്ല. ഇതൊക്കെ ഇതിനായിട്ട് കാത്തിക്കണ ഒരു വിഭാഗം ആളുകളുണ്ട് ഇവിടെ. ഞാനിപ്പോഴാ കുറെ കാര്യം പഠിക്കുന്നു. ഞാൻ നഴ്സറി കുട്ടി മാതിരി അയക്കുന്നു. ഞാൻ ഇതുവരെ ഒന്നും ശ്രദ്ധിച്ചില്ല സത്യത്തില് ഇങ്ങനത്തെ വിഷയങ്ങൾ. രാവിലെ എന്റെ ജോലിക്ക് പോവുക, രാത്രിയാവും എത്താൻ. ഉച്ചക്കത്തെ ചോറ് വരെ ഓഫീസിൽ നിന്ന് തന്നെ കഴിച്ച് രാത്രി ഇവിടെ വന്ന് കുട്ടികളെ കുളിച്ചു മാറ്റി കുട്ടികളൊപ്പം കളിക്കാന്നല്ലാതെ ഞാൻ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല. ഇനി ഇപ്പൊ ഞാനിങ്ങനെ കാണുമ്പോ പടച്ചനെ, ഞാൻ ഇത്രയും ദിവസം ജീവിച്ചത് ഈ ഒരു ജനസമൂഹത്തിന്റെ ഇടയിലാണല്ലോ എന്ന് ആലോചിക്കുമ്പോ എനിക്ക് തന്നെ ഒരു അത്ഭുതവും ചിറിയും ഒക്കെ വരുന്നുണ്ട്. കാരണം എന്താ കഴിഞ്ഞാല് ഇവരാരും എന്താ പറയാ തക്കം പാർത്തിക്കണ കുറെ കൂട്ടരുണ്ട് കേട്ടോ നമ്മളെ നാട്ടിൽ. തക്കം പാർത്ത് നിൽക്കുക, എന്തെങ്കിലും ഒന്ന് കിട്ടി കഴിഞ്ഞാല് വാ എന്നിട്ട് തുടങ്ങാന് ഒക്കെ എല്ലാവരുടെ അടുത്തും ഒക്കെ റെഡിയാക്കി വെച്ചിക്കണു. ഇനി നമ്മളങ്ങോട്ട് തുടങ്ങിയാൽ മതി എന്നുള്ള ലെവലിലാണ്. തീർച്ചയായിട്ടും അതിന്റെ നടുവിൽ ഞാൻ ഉണ്ടാവും. എന്തായാലും ഈ പ്രശ്നപരിഹാരത്തിന് 24ന്റെ ഇടപെടൽ എത്രമാത്രം സഹായമായി? എന്താ ചോദിക്കാൻ, ആശ്മിക്കാനായിട്ടുള്ള ഇന്റർവ്യൂ തന്നെ ആശ്മിക പറഞ്ഞല്ലോ, അങ്ങോട്ട് ചെന്നുവിടുകയാണ്. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞാൽ നമ്മൾ വളരെ ബഹുമാനിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. നമ്മളെ കൂടെ അവിടെ ശിരൂരില് ആ കോരിച്ചൊഴിയുന്ന മഴയത്ത് ഞാൻ ആലോചിച്ച് നോക്കിയാണ് 24ന് ഇത്ര വലിയൊരാളെ വിടേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ. പിന്നെ ഇന്ത്യയും മൂപ്പരി ഒരു ഫോട്ടോ വെച്ച് ഫേസ്ബുക്കിൽ കണ്ട് മൂപ്പരെ കുറച്ച് അപമാനിക്കുന്ന രൂപത്തില്. അപ്പോ ഞമ്മക്കറിയാലോ ഇവരൊക്കെ ഈ മാധ്യമപ്രവർത്തകരൊക്കെ പാവങ്ങളാ. അപ്പൊ ചില കാര്യങ്ങളിൽ എന്തൊക്കെ ഒരു ഇത് ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളും നമ്മൾ ബഹുമാനിക്കുന്ന ആളും നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് ഞാൻ ചെയ്യണല്ലോ. നമ്മളെ ആ ബഹുമാനം കാണിക്കണല്ലോ. ആ കാണിച്ചതിനോണ്ട് എന്തായി, പിന്നെ അതിലേക്ക് കുറച്ച് യൂട്യൂബേഴ്സും പ്രധാനപ്പെട്ട ആളുകൾ കൂടിയപ്പോൾ എന്തായി എന്ന് പറഞ്ഞാൽ ആ ഒരു അസുലഭ നിമിഷം ഉണ്ടായി. ഇത്ര ഉള്ളേന് ഞാനും കെട്ടിപ്പിടിച്ചിട്ട് ജിതിനോട് ചോദിച്ചു, ഇതേനും അവൻ ജിതിനും പറഞ്ഞത് എന്താ പറഞ്ഞു കഴിഞ്ഞാല്, മനാഫ്ക നിങ്ങളടുത്ത് നമ്മൾ ഇതാ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു ഇതുണ്ടല്ലോ, നിങ്ങളെ ചാനലിൽ പറയാണെന്ന് തോന്നിപ്പോയി. എന്റെ ക്യാരക്ടർ ഇങ്ങനെ അതിനോടുള്ള എന്റെ അടുത്ത് നിങ്ങളിപ്പോ വന്നിട്ട് ഒരു കാര്യം ചോദിക്കുക പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കും. അതാണ്. പക്ഷെ നമ്മൾ ചേർത്ത് പിടിക്കാന്നാ ചേർത്ത് പിടിക്കും. അത് സംസാരത്തിലല്ല. നമ്മളൊരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം തീർന്നതിൽ സന്തോഷമുണ്ട്. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. അതിന് നിമിത്തമായതിൽ 24ന് അഭിമാനം. കോഴിക്കോട് നിന്ന് വൈശാഖിനൊപ്പം സമീർ സി മുഹമ്മദ്, 24.